ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി പ്രോസിക്യൂഷൻ. തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിലാണ് അനധികൃത സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ തെളിവുകൾ നിരത്തിയത്. ജാമ്യാപേക്ഷയിൽ 18-ന് കോടതി വിധി പറയുകയാണ്. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം, അനധികൃത സാമ്പത്തിക സ്രോതസ്സുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ തെളിവുകൾ നിരത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ജാമ്യാപേക്ഷയിൽ 18-ന് വിധി വരികയല്ലേ തന്ത്രിയുടെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വാദം എന്ന് പറയുന്നത് തനിക്ക് ഈ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു വിധത്തിലുള്ള പങ്കും ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കാലയളവിലൊന്നും തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അല്ലെങ്കിൽ ഈ കേസിൽ അറസ്റ്റിലായ മറ്റ് പ്രതികളുമായോ ഒക്കെ തന്നെ യാതൊരു ബന്ധവും അടുപ്പങ്ങളോ ഒന്നുമില്ല. ഈ സ്വർണ്ണക്കൊള്ളയിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു പ്രതിഭാഗം ഈ ജാമ്യാപേക്ഷയിലെ വാദം പൂർത്തിയാവുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതിലെ പ്രോസിക്യൂഷൻ വാദത്തിലേക്കാണ് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി പ്രോസിക്യൂഷൻ വാദം ആരംഭിക്കുകയും അല്പം മുമ്പാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായത്. ഈ പ്രോസിക്യൂഷൻ വാദത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടുള്ള ചില നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്ത്രിയുടെ മാത്രമല്ല, തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ ഉൾപ്പെടെ ചില അനധികൃത സ്വത്ത് സമ്പാദനങ്ങൾ, അതായത് കണക്കിൽപ്പെടാത്ത സമ്പത്തുകൾ ഇവരുടെ പേരിലുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സുകൾ തെളിവുകളായി കോടതിയിൽ നിരത്തിയപ്പോൾ പ്രതിഭാഗത്തിന് ഇക്കാര്യങ്ങളിലൊന്നും കൃത്യമായൊരു മറുപടി നൽകുന്നതിനും കോടതിക്ക് മുന്നേ സാധിച്ചില്ല. ഏതായാലും ഈ ഭാര്യയുടെ പേരിൽ, തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷവും തന്ത്രിയുടെ പേരിൽ 2.5 കോടി രൂപയുടെ നിക്ഷേപവും ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു നിക്ഷേപം, ഭാര്യയുടെയും തന്ത്രിയുടെയും പേരിൽ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉള്ളതായി കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ട് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തെളിവുകൾ കൂടി പുറത്തു വന്നതോടുകൂടി തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് കൂടി ഒരു ഉറപ്പ് നൽകുന്നതാണ് ഇപ്പോൾ പുതുതായി നിരത്തിയിരിക്കുന്ന ഈ രേഖകളൊക്കെ തന്നെ പറയുന്നത്. ഒപ്പം തന്നെ തന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തന്ത്രി തുടങ്ങുന്നത് 2004 മുതലാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബാംഗ്ലൂരിലുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച്, അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ച് 2004 മുതൽ ആണ് ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുക്കുന്നതും അവർ തമ്മിൽ 2004 മുതൽ ഒരു ബന്ധം ഉണ്ടാകുന്നു. പിന്നീട് പലതവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും തന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ തന്ത്രി 2024-2025 സാമ്പത്തിക വർഷത്തിൽ 7 ലക്ഷത്തിലധികം രൂപ ഈ കൈപ്പറ്റിയതായും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രി പൊതുസേവകൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുമെന്നും ഇക്കാര്യത്തിൽ പറയുന്നു. ഈ ഒരു പൊതുസേവകൻ, അതായത് 7.25 ലക്ഷം രൂപ തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റിയതായി ഇപ്പോൾ SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പബ്ലിക് സർവൻ്റ് എന്ന സമാനമായ ഒരു നിയമവ്യവസ്ഥയിൽ ഈ തന്ത്രിയും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഈ തന്ത്രിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഇടപാടുകളൊക്കെ തന്നെ വരും എന്ന തരത്തിൽ SIT വാദിച്ചു. ഇതിനെയൊക്കെ തന്നെ പ്രതിഭാഗം എതിർക്കുകയാണ് ചെയ്തത്. ഏതായാലും തന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്രോതസ്സുകൾ, അതായത് അനധികൃതമായി അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത സാമ്പത്തിക സ്രോതസ്സുകൾ, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇന്ന് പ്രോസിക്യൂഷൻ തന്ത്രിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കോടതിയെ മുൻപാകെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ ഒരു പ്രോസിക്യൂഷൻ വാദം കൂടി ഇന്ന് പൂർത്തിയായതോടെ കോടതി ഈ ജാമ്യത്തിൽ വിധി പറയുന്നത് ഈ മാസം 18-ലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.